എപ്പിസോഡ് ഓപ്പണിംഗ് സീനില് കിസാമിയും ഹിറ്റാച്ചിയും അവർ രണ്ടുപേരും എവിടേക്കോ വരികയാണ്. അവിടെ വെച്ചാണ് സാസുക ആദ്യമായിട്ട് ദേദുറെ കാണുന്നത്. ദേദുറ പറയും, അക്കാസ്കി ടീമോ, എന്നെ കൊണ്ടൊന്നും വയ്യ, ഞാനൊരിക്കലും അങ്ങനെയുള്ള ടീമിലൊന്നും മെമ്പർ ആവില്ല. പക്ഷെ സാസുരയ്ക്കാണെങ്കിൽ ദേദരെ ഒരുപാട് ഇഷ്ടാവും. അവന്റെ പവറും സ്റ്റൈലൊക്കെ കണ്ട് വല്ലാണ്ട് അങ്ങോട്ട് ഇംപ്രസ്ഡ് ആവും. ഉടനെ ദേദുറ അവൻ ദേഷ്യപ്പെട്ടു പറയും, നിങ്ങൾക്ക് ജീവൻ വേണമെങ്കിൽ ഇപ്പൊ തന്നെ ഇവിടുന്ന് ഓടി രക്ഷപ്പെട്ടോ. അത് കേട്ട് സാസുരി ചിരിക്കും. സാസുരി പറയും, നിന്നെക്കുറിച്ചുള്ള എല്ലാ ഡീറ്റെയിൽസും ഞങ്ങൾക്കറിയാം. നീ ആക്ച്വലി സ്റ്റോൺ വില്ലേജിലെ ഒരു റോക്ക് നിഞ്ചയല്ലേ. മാത്രമല്ല നിന്റെ എബിലിറ്റി ടെററിസ്റ്റ് ബോംബ് ക്രിയേറ്റ് ചെയ്യുന്നതിൽ നീ നമ്പർ 1 അല്ലേ. ദേദുറ പറയും, എനിക്ക് ഒരുപാട് ലക്ഷ്യങ്ങളുണ്ട്. എന്റെ ആർട്ട് അത് ഈ ലോകം മുഴുവൻ എനിക്ക് അറിയിക്കണം. ഉടനെ ഹിറ്റാച്ചി അവന്റെ ശരീരം കണ്ണുപയോഗിച്ച് ദേദുറെ ഗെഞ്ചിപ്സുലേക്ക് കൊണ്ടുപോയി മാനിപ്പുലേറ്റ് ചെയ്ത് ഇപ്പൊ അക്കാസ്കി ടീമിലെ ഒരു മെമ്പറാക്കി മാറ്റും. ദേദുറ പറയും, നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും എന്റെ ആർട്ട് അത് ഞാൻ വിടാൻ തയ്യാറല്ല. ഉടനെ സാസുരി അവന്റെ കയ്യില് ഒരു റിങ് വെച്ചു കൊടുക്കും. അവൻ ആ റിങ് എടുത്ത് വിരലിടും. സാസുരി പറയും, ഇന്നു മുതൽ അക്കാസ്കി ടീമിലെ ഒരു സ്ട്രോങ് മെമ്പറാണ് നീ. നമ്മുടെ മിഷൻസ് എല്ലാം നിനക്കും ബാധകമാണ്. അത് നീയും കംപ്ലീറ്റ് ചെയ്യണം. അതിന് ദേദുറ അവ കോൺഫിഡന്റ് ആയിട്ട് പറയും, ഞാൻ തയ്യാറാണ്. പക്ഷെ ഹിറ്റാച്ചി, ഇനി മേലാൽ നിന്റെ ഗെഞ്ചിപ്സു അതെനിക്കെതിരെ പ്രയോഗിച്ച ഉറപ്പായിട്ടും എന്റെ ആർട്ടിന്റെ പവർ നീ കാണും. സാസുരി ആണെങ്കിൽ ഇപ്പൊ പതിയെ നടന്ന് ദേദുരയുടെ അടുത്തേക്ക് വരും. അത് കണ്ട് പെയിൻ പറയും, ഇന്നു മുതൽ നിങ്ങൾ രണ്ടുപേരും ഒരു ടീമാണ്. നിങ്ങളുടെ ഫസ്റ്റ് മിഷൻ ആ ഒറോച്ചിമാറുവിനെ അവനെ കൊല്ലുക എന്നതാണ്. അത് കേൾക്കേണ്ട താമസം അവർ രണ്ടുപേരും ചേർന്ന് ഒറോച്ചിമാറുവിനെ കൊല്ലാനായി ലാൻഡ് ഓഫ് മിസ്റ്റിലേക്ക് പോകും. കാഗസു ആണെങ്കിൽ ഒരുപാട് ടെൻഷനായി പെയിനോട് ചോദിക്കും, എനിക്കിതുവരെ ഒരു പാർട്ട്ണറിനെ കിട്ടിയിട്ടില്ല. പെയിൻ പറയും, നീ ടെൻഷൻ ആവേണ്ട ആവശ്യമില്ല, എത്രയും പെട്ടെന്ന് നല്ലൊരു പാർട്ട്ണറെ നിനക്ക് ഞാൻ സെറ്റാക്കി തരും. കട്ട് ചെയ്താ സാസുരി അവൻ ദേദുറയും കൂട്ടി ഏതോ ഒരു സ്ഥലത്തേക്ക് വരും. സാസുരി പറയും, എന്റെ സ്പൈ കബൂട്ടോ അവൻ നമുക്ക് ആവശ്യമായിട്ടുള്ള ഇന്റൽസ് ഇവിടെയായിരിക്കും വെച്ചിട്ടുണ്ടാവുക. അവർ രണ്ടുപേരും ഇപ്പൊ മുൻപോട്ട് നടന്നു വന്ന് വലിയൊരു കല്ല് അങ്ങനെ തള്ളി നിൽക്കും. അതിനുശേഷം ആ കല്ലിന്റെ അടിയിലുള്ള ഒരു സ്ക്രോള് അതെടുത്ത് വായിക്കും. ആ സ്ക്രോളിൽ കബൂട്ടോ എഴുതിയിരിക്കുക, ഒറോച്ചിമാറു അവൻ ഹിഡൻ സാൻഡ് വില്ലേജിലുണ്ട് എന്നായിരിക്കും. സാസുരി പറയും, ഒരിക്കലും ഈ ഒരു വില്ലേജിലേക്ക് ഞാൻ പോവരുതെന്ന് കരുതിയതാണ്. കാരണം ഇതാണ് ഞാൻ ജനിച്ചു വളർന്ന വില്ലേജ്, ഹിഡൻ സാൻഡ് വില്ലേജ്. കട്ട് ചെയ്ത നിമിഷങ്ങൾക്കകം അവർ ഹിഡൻ സാൻഡ് വില്ലേജിലേക്ക് എത്തും. അവിടെ ഒറോച്ചിമാറുവിന്റെ ആ ഒരു ഹൈഡൌട്ട് അത് കറക്റ്റായിട്ട് അവർ കണ്ടുപിടിക്കും. ദേദുറ പറയും, ഇതെനിക്ക് വിട്ടേക്ക്, ഇവന്റെ കാര്യം അത് ഞാൻ നോക്കിക്കോളാം. എന്റെ ആർട്ട് എന്താണെന്ന് എല്ലാവർക്കും ഞാൻ കാണിച്ചു കൊടുക്കാം. അത് കേട്ട് സാസുരി ആദ്യം ഒറോച്ചിമാറു ഇവിടെ ഉണ്ടോ എന്ന് കൺഫേം ചെയ്യണം. അതിനുശേഷം മാത്രമേ നമ്മൾ എന്തെങ്കിലും ഒരു സ്റ്റെപ്പ് മുൻപോട്ട് എടുത്തു വെക്കാവൂ എന്ന് പറയുമ്പോഴായിരിക്കും ഒരു സ്നേക്ക് അവർക്ക് നേരെ പാഞ്ഞെടുക്കുക. അതിനെ കണ്ട സാസുരി കത്തികൾ അതിന് നേർക്ക് വലിച്ചെറിഞ്ഞ് അതിനെ കൊന്നു കളയും. സാസുരി ഉറപ്പിച്ചു പറയും, ഒറോച്ചിമാറു അവൻ ഇവിടെ തന്നെ ഉണ്ട്. അതിന്റെ സൈനാണ് നമ്മളിപ്പോ കണ്ടത്. അടുത്ത സെക്കൻഡ് ഒറോച്ചിമാറു അവൻ സ്റ്റൈലായിട്ട് അവരുടെ മുൻപിലേക്ക് വരും. ഒറോച്ചിമാറു പറയും, നിങ്ങൾ രണ്ടുപേരും വരുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. ഞാൻ പ്രതീക്ഷിച്ചത് ആ ഹിറ്റാച്ചിയാണ്. ഓ, നീ ആ റോക്ക് നിഞ്ച ദേദുറയല്ലേ? നീയും ഇപ്പോ ഇവരുടെ ടീമിൽ ചേർന്നോ? ദേദുറ ആണെങ്കിൽ ഹിറ്റാച്ചിയോട് മറുപടി ഒന്നും പറയില്ല. അവന്റെ ആർട്ട് ക്രിയേറ്റ് ചെയ്ത് ഒരു ബേർഡിനെ അവിടേക്ക് കൊണ്ടുവരും. അത് കണ്ട് സാസുരി ഇപ്പൊ ദേദുറയോട് പറയും, നീ ഈ പക്ഷിയുടെ മേലെ ഇവിടെ വട്ടവിട്ട് പറക്ക്, ഇവന്റെ കാര്യം അത് ഞാൻ നോക്കിക്കോളാം. അതിന് ദേദുറ അവൻ ഓക്കെ പറയും. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നിനക്ക് ബാക്കപ്പായി ഞാൻ ഉണ്ടാവുമെന്ന് പറഞ്ഞ് അവൻ ആ പക്ഷിയുടെ മുകളിൽ കയറി അങ്ങനെ ദൂരത്തേക്ക് പറന്നു പോവും. ഇവിടെ സാസുരി അവനിപ്പോ തേർഡ് കസുകാകെ ക്രിയേറ്റ് ചെയ്ത് അങ്ങനെ സ്റ്റൈലായിട്ട് നിൽക്കും. അത് കണ്ട ഒറോച്ചിമാറു അവൻ ശരിക്കും അവനും അവന്റെ ചിപ്സ് പവർ ഉപയോഗിച്ച് ഒരു കഫിൻ ബോക്സ് ഇപ്പൊ പുറത്തേക്ക് കൊണ്ടുവരും. ആ ഒരു ബോക്സ് തുറന്ന് അതിലെ ആള് പുറത്തേക്ക് വരുമ്പോ സാസുരി ഷോക്കാവും. അത് മറ്റാരുമല്ല, റീആനിമേഷനിലൂടെ ഇപ്പൊ ഒറോച്ചിമാറു റിയൽ തേർഡ് കസുകാകെ തിരികെ കൊണ്ടുവന്നിരിക്കുകയാണ്. തേർഡ് കസുകാക ആളിപ്പോ സാസുരിയോട് പറയും, നീയല്ലേ എന്നെ കൊന്നു കളഞ്ഞത്? ഇതെനിക്ക് കിട്ടിയ ഒരു സെക്കൻഡ് ബർത്താണ്. ഉറപ്പായിട്ടും ഞാനിത് യൂട്ടിലൈസ് ചെയ്ത് നിന്നെ ഇല്ലാതാക്കും. ഉടനെ രണ്ട് ടീമും വമ്പൻ ആയുധങ്ങളൊക്കെ എടുത്ത് ഒരിഞ്ഞ അട്ടി കിട്ടി ബഹളം. ആ ഒരു അടിയുടെ ഇടയിൽ അറ്റാക്കും ഉണ്ട്. ദേദുറയുടെ പക്ഷി അതങ്ങനെ തകർന്നു പോവും. മാത്രമല്ല
സാസുരി അവന്റെ പപ്പട് അതുപയോഗിച്ച് ഒറോച്ചിമാറുവിന്റെ ഫോർബിഡൻ ജിപ്സു അങ്ങനെ തല്ലി തല്ലി തകർത്ത് കളയാണ്. പക്ഷെ അടുത്ത നിമിഷം തന്നെ അത് റീസറക്ഷനായി വീണ്ടും പഴയതുപോലെ ആവും. ഒറോച്ചിമാർ പറയും, നീ എന്തൊക്കെ ചെയ്തിട്ടും ഒരു കാര്യവുമില്ല, അതിനെ സീൽ ചെയ്താൽ മാത്രമേ നിനക്ക് അതിനെ പ്രിവെന്റ് ചെയ്യാൻ കഴിയൂ. ഉടനെ ദേദുറ അവനിപ്പോ ഒരുപാട് ബോംബുകള് അവർക്ക് നേരെ വലിച്ചെറിയും. പക്ഷേ ബോംബ് പൊട്ടിയിട്ടും ആ ഒരു ബോഡി അത് വീണ്ടും വീണ്ടും റീസറക്ഷൻ ആയിക്കൊണ്ടേയിരിക്കുകയാണ്. സാസുരിയുടെ ക്ഷമ നശിച്ച് അവൻ അയൺ സാൻഡ് വെച്ച് ഒറോച്ചിമാറുവിനെ അറ്റാക്ക് ചെയ്യും. പക്ഷെ അപ്പോഴേക്ക് ഒറോച്ചിമാറു അവിടുന്ന് ഉഷാറായിട്ട് ഓടി മറ്റൊരു ഭാഗത്തേക്ക് പോവും. ഒറോച്ചിമാറു അവന്റെ ഹൈഡൌട്ടിലേക്ക് പോകുന്ന കണ്ട ദേദുറ അവന്റെ ബോംബ് ഉപയോഗിച്ച് ആ ഒരു ഹൈഡൌട്ട് അതങ്ങനെ പൊട്ടിത്തെറിപ്പിക്കും. അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത അവര് തിരികെ എത്തി ഇപ്പൊ പെയിനോട് പറയും, ഞങ്ങൾ ഒറോച്ചിമാറുമായി ഒരുപാട് നേരം ഫൈറ്റ് ഇട്ടു. അതിന്റെ ഒടുവില് അതിനുശേഷം ഹൈഡൌട്ടിൽ ഒളിച്ചിരുന്ന അവന്റെ ഹൈഡൌട്ടിൽ വെച്ച് തന്നെ ബോംബിട്ട് തകർത്ത് കളഞ്ഞു. ആ ഒരു പൊട്ടിത്തെറിയില് അവന്റെ ബോഡി പോലും റിക്കവർ ചെയ്യാൻ കഴിഞ്ഞില്ല. ദേദുറ പറയും, അവന്റെ ആ ഒരു ചിപ്സു അത് മാത്രം എനിക്ക് മനസ്സിലായില്ല. അതിനെ ഹിറ്റാച്ചി പറയും, അതാണ് റിയാനിമേഷൻ ചിപ്സു, മരിച്ചവരെ തിരികെ കൊണ്ടുവരുന്ന ചിപ്സു. റിയാനിമേറ്റഡ് ബോഡിയെ നമുക്ക് വീണ്ടും കൊല്ലാൻ കഴിയില്ല, അതിനെ സീൽ ചെയ്യാൻ മാത്രമേ നമ്മളെ കൊണ്ട് കഴിയൂ. ഉടനെ പെയിൻ അവനത് കേട്ട് ടെൻഷനാവും. എന്തൊക്കെ സംഭവിച്ചാലും അവനെ വെറുതെ വിടാൻ പാടില്ല. ഒറോച്ചിമാർ ജീവിച്ചിരുന്ന നമുക്കത് വലിയ ബുദ്ധിമുട്ടാണ്. അത് കേട്ട് ദേദുറ അവൻ തീർത്തു പറയും, ഒരു കാരണവശാലും ഒറോച്ചിമാർ രക്ഷപ്പെട്ടിട്ടുണ്ടാവില്ല. എന്റെ ആർട്ട് ഫോമിന്റെ പവർ അതെന്താണെന്ന് നിങ്ങൾക്ക് ശരിക്കും അറിയാത്തതുകൊണ്ടാണ്. അതിന് കോനോം പറയും, പേടിക്കേണ്ട ആവശ്യമില്ല, നമ്മുടെ അടുത്തും ഇപ്പൊ ഇമ്മോർട്ടലായ ഒരാളുണ്ട്. ലാൻഡ് ഓഫ് സ്റ്റീമിൽ നിന്നും ഒരുത്തൻ രക്ഷപ്പെട്ട് ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. അവൻ ആക്ച്വലി കുറച്ച് ഡേഞ്ചറാണ്. അവൻ ഇതിനോടകം ഒരുപാട് പേരെ കൊന്നിട്ടുണ്ട്. അവനെ നമ്മുടെ കൂടെ ചേർക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും നമുക്ക് വലിയ ബെനിഫിറ്റ് ഉണ്ടാവും. അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത ഏതോ ഒരു ഗ്രാമത്തിലൂടെ ഏതോ ഒരാള് അങ്ങനെ നടന്നു വരികയാണ്. അപ്പൊ അവന്റെ തൊട്ട് ഓപ്പോസിറ്റ് സാക്ഷാൽ ഹീഡൻ. അവൻ അങ്ങനെ നിൽക്കും. ഞൊട്ടിയൊടയില് ഹീഡൻ അവനെ കൊന്നു തള്ളുകയാണ്. കട്ട് ചെയ്ത കാഗസവും ഹിറ്റാച്ചിയും അവർ രണ്ടുപേരും ഹീഡനെ തേടി അവിടേക്ക് എത്തും. അവരാ മരിച്ചു കിടക്കുന്ന ആളുടെ ഡെഡ് ബോഡി കാണും. അവർക്കത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഹീഡൻ അവൻ തന്നെയാണ് ഇതിന്റെ പിന്നില്. അപ്പ അവരുടെ പിന്നാലെ കോനോൻ അവൾ അവിടേക്ക് വരും. കോനോൻ പറയും, ഉറപ്പായിട്ടും അവൻ ഈ കൊലപാതകങ്ങൾ മുഴുവൻ ചെയ്യുന്നത് ഒരു എന്റർടൈൻമെന്റിന് വേണ്ടി മാത്രമാണ്. അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത കോനോൻ അവൾ പതിയെ നടന്ന് ഹീഡന്റെ മുൻപിലെത്തും. ഹീഡൻ ആണെങ്കിൽ കോനോനെ കാണുമ്പോൾ തന്നെ ഒരുപാട് ഇഷ്ടമാവും. ഹീഡൻ കോനോനോട് ചോദിക്കും, നിനക്ക് വിരോധമില്ലെങ്കിൽ എൻ്റെ ടീമിൽ ചേർന്നൂടെ? നമുക്കിഷ്ടം പോലെ ജനങ്ങളെ തല്ലിക്കൊന്ന് ഹാപ്പിയായിട്ട് ജീവിക്കാം. പക്ഷെ ആരും നമ്മളുടെ ശത്രുക്കളാവില്ല, ആരും തന്നെ നമ്മളോട് വെറുപ്പും കാണിക്കില്ല. അടുത്ത സെക്കൻഡ് ഹിറ്റാച്ചിയും കാഗസവും അവർ രണ്ടുപേരും കോനോന്റെ അടുത്തേക്ക് വരും. അവരെ കണ്ട് ഹീഡൻ അവൻ ഷോക്കാവും. ഹീഡൻ ചോദിക്കും, നിങ്ങളെന്താ സ്കൂൾ കുട്ടികളാണോ? മൂന്ന് പേരും ഒരേപോലത്തെ യൂണിഫോം ഒക്കെ ഇട്ട് ഇങ്ങനെ നിൽക്കാൻ? സത്യം പറയ്, നിങ്ങളൊക്കെ ആരാ? കാഗസു ആണെങ്കിൽ ഇപ്പൊ ഹീഡന്റെ അടുത്തേക്ക് വരും. അത് കണ്ട ഹീഡൻ അവന്റെ വെപ്പൻ ഉപയോഗിച്ച് അറഞ്ചം പൊറഞ്ചം കാഗസു അറ്റാക്ക് ചെയ്യാൻ തുടങ്ങും. ഫൈറ്റിന്റെ ഒടുവില് കാഗസു അവൻ ഈസി ആയിട്ട് ഹീഡനെ അട്ടിച്ച് താഴെയിടും. കാഗസു കാഷ്വൽ ആയിട്ട് പറയും, നമ്മൾ കരുതിയ പോലെ അത്ര പവറൊന്നും ഇവനില്ല, എന്റെ ഒരേ ഒരു അടിയിൽ തന്നെ ഇവന്റെ കാറ്റ് പോയെന്ന് പറയുമ്പോഴായിരിക്കും ഹീഡൻ വീണ്ടും ചാടി എഴുന്നേറ്റ് നിലവിളിക്കാൻ തുടങ്ങുക. അത് കണ്ട് കാഗസു അവൻ ഷോക്കാവും. ഇവനെ ഞാൻ കൊന്നു കളഞ്ഞതല്ലേ, വീണ്ടും എങ്ങനെ ഇവൻ ജീവനോട് കൂടെ തിരികെ വന്നു എന്നവൻ ചിന്തിക്കുമ്പോഴായിരിക്കും ഹീഡൻ അവന്റെ റിച്വല് അത് സ്റ്റാർട്ട് ചെയ്യുക. ഹീഡൻ ആണെങ്കിൽ കാഗസുവിന്റെ ബ്ലഡ് അത് ഓൾറെഡി അവന്റെ കയ്യിൽ കളക്ട് ചെയ്തിരുന്നു. അതവൻ സക്ക് ചെയ്ത് കാഗസു മുഴുവനായിട്ടും കൺട്രോൾ ചെയ്യും. അതിനുശേഷം ഒരു കത്തി എടുത്ത് കാഗസുവിന്റെ നെഞ്ചില് അങ്ങനെ കുത്തി ഇറക്കും. കാഗസുവിന്റെ ബോഡിയിൽ ഓൾറെഡി 5 പേരുള്ളതുകൊണ്ട് തന്നെ അതിലൊന്ന് ഹീഡന്റെ അറ്റാക്കില് ഇല്ലാതാവും. അപ്പൊ അതേസമയം ലോങ് ഷോട്ടില് ഹിറ്റാച്ചിയും കോനോനും അവർ രണ്ടുപേരും ഹീഡന്റെ പവർ അതങ്ങനെ കറക്റ്റ് ആയിട്ട് നോക്കി ഒബ്സർവ് ചെയ്ത് നിൽക്കുകയാണ്. ഉടനെ ഹിറ്റാച്ചി ഇപ്പോ ഹീഡന്റെ മുൻപിലേക്ക് വരും. അതിനുശേഷം അക്കാസ്കി ടീമിനെ കുറിച്ചുള്ള ഒരുപാട് കാര്യങ്ങൾ അവന് പറഞ്ഞു കൊടുക്കും. നിനക്ക് അക്കാസ്കി ടീമിൽ ചേരാൻ താല്പര്യമുണ്ടോ? അതിന് ഹീഡൻ പറയും, ഒരുപാട് പേരെ നിങ്ങൾ കൊല്ലുമെന്നല്ലേ പറഞ്ഞത്, എനിക്കത് ഭയങ്കര ഇഷ്ടമാണ്. സോ നിങ്ങളുടെ ടീമിൽ ചേരാൻ ഞാൻ തയ്യാറാണ്. അതിനുശേഷം ഹീഡനും കാഗസുവും അവർ രണ്ടുപേരും ഒരു ടീമാവും. അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത ഒറോച്ചിമാറുമായിട്ടുള്ള അറ്റാക്കില് ലീഫ് വില്ലേജിലെ തേർഡ് ഹോക്കാകെ മരണപ്പെട്ടു എന്ന കാര്യം അക്കാസ്കി ടീം അറിയും. സോ ലീഫ് വില്ലേജിന്റെ ഇപ്പോഴത്തെ അവസ്ഥ അതെന്താണെന്ന് മനസ്സിലാക്കാൻ ഹിറ്റാച്ചി അവൻ വില്ലേജിലേക്ക് പോവാൻ തയ്യാറാവും. അടുത്ത നിമിഷം തന്നെ
ഹിറ്റാച്ചിയും കിസാമിയും അവർ രണ്ടുപേരും ലീഫ് വില്ലേജിന്റെ അടുത്തേക്ക് എത്തും. ലീഫ് വില്ലേജിന്റെ അവസ്ഥ കണ്ട് ഹിറ്റാച്ചി അവനങ്ങനെ ഷോക്കായിട്ട് നിൽക്കും. അവൻ ഒരു സെക്കൻഡ് സാസുകയെ കുറിച്ച് ഓർത്ത് അങ്ങനെ നിൽക്കുന്നതോടു കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു.